1963 മുതൽ 2012 വരെയുള്ള കഴിഞ്ഞ അരനൂറ്റാണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ദളിതുകളെ, ആദിവാസികളെ, ഈ രാജ്യത്തെ പിന്നോക്ക വർഗ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ മാവോവാദികളാക്കി, ഭീകരവാദികളാക്കി, നക്സലുകളാക്കി. 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബരി മസ്ജിദിന്റെ മിനാരങ്ങൾ തകർത്തെറിഞ്ഞിട്ട് അത് മുതലുള്ള കഴിഞ്ഞ 20 വർഷക്കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് പറയുന്നു, നിങ്ങൾ സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ, നിങ്ങൾ തീവ്രവാദികൾ, നിങ്ങൾ കുഴപ്പക്കാർ, അതുകൊണ്ട് നിങ്ങളൊന്നിനും ഇടപെടാൻ പാടില്ല. അതിന്റെ അനന്തരഫലമാണ് നമ്മൾ ഇവിടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഇത് പറഞ്ഞ് ഭയപ്പെടുത്തിയ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, ഇത് പറഞ്ഞ് ഈ രാജ്യത്തെ ദളിതുകളെയും മുസ്ലിങ്ങളെയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നവര് കഴിഞ്ഞ 2.5 കൊല്ലം കൊണ്ട് ഭയപ്പെടരുതെന്ന് നമ്മൾ രാജ്യത്തിന്റെ 10-20 സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഈ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയെടുത്ത് രാജ്യത്തെ ജനങ്ങളോട് പറയാൻ തുടങ്ങിയപ്പോ ഇവിടെ നമ്മൾ തുടങ്ങിയ ഈ പ്രസ്ഥാനം തുടങ്ങിയ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ വളവട്ടാത്തടുത്ത് മന്ന എന്ന് പറയുന്ന ഈ ചെറിയ ഗ്രാമത്തിൽ പോലും നമ്മൾ പറയുന്നതിനെ ഭയപ്പെടുന്ന ഒരു വിഭാഗമുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം ശരിയാണെന്ന് ആലോചിക്കുക. അവിടെ ഓർമ്മിക്കേണ്ടത്, നമ്മൾ പറയുന്നത് ആളുകൾ കേട്ടാൽ അത് കുഴപ്പമാണ്, അത് അവരുടെ അടിത്തറയിളക്കുമെന്ന് ഇവിടെ കോൺഗ്രസും ലീഗും ബിജെപിയും സിപിഎമ്മും ഒക്കെ വിചാരിക്കുന്നുവെങ്കിൽ അവരുടെ അധികാര കസർത്ത് ഉപയോഗിച്ചുകൊണ്ട്, ആ അധികാരത്തിന്റെ അഹങ്കാരം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു മൈക്ക് പെർമിഷൻ പോലും തരാതിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ശബ്ദത്തെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ ഇവിടുത്തെ ആളുകൾ എത്രമാത്രം ഭയപ്പെടുന്നു എന്ന് നോക്കുക. അത് തന്നെയാണ് നമ്മുടെ വിജയം, അത് തന്നെയാണ് നമ്മുടെ വിജയം. നമ്മളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസുകാരൻ, നമ്മളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ബിജെപിക്കാരൻ, നമ്മളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു സിപിഎം ഭീകരവാദികൾ, നമ്മളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ ഭയപ്പെടില്ല എന്ന് പറയുന്നവരുടെ കൂടെയാണ്, ഭയപ്പെടില്ല എന്ന് പറയുന്നവരുടെ കൂടെയാണ് നമ്മൾ. നമുക്കൊരൊറ്റ അജണ്ടയേ ഉള്ളൂ, ഒരൊറ്റ മുദ്രാവാക്യം, ഒരൊറ്റ അജണ്ട. അത് ഈ പാർട്ടിയുടെ പേരാ സോഷ്യൽ ഡെമോക്രസി, സാമൂഹിക ജനാധിപത്യം. മറ്റൊരു അജണ്ടയും ഈ പാർട്ടിക്കില്ല. അത് നമ്മൾ പറഞ്ഞതുപോലുമല്ല. അല്ലേ, സോഷ്യൽ ഡെമോക്രസിയെ കുറിച്ച് രാജ്യത്ത് ആരാ പറഞ്ഞത്? പല ആളുകളും പറഞ്ഞത് ഇന്നലെ വന്നപ്പോഴുള്ള കുഴപ്പമുണ്ടായത് വേറെന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നു, നിങ്ങൾക്ക് അതിനകത്ത് പോയി പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു, നിങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പുണ്ടായവരാണോ ഞങ്ങള്? ഇല്ല, അങ്ങനെ കൂടി പറഞ്ഞു കൊടുക്കണ്ടേ? ഇവിടെ ലീഗ് ഉണ്ടാകുന്നതിന് മുമ്പ്, മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ പാർട്ടിയാണ് നമ്മള്. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്ത 1949 നവംബർ മാസം 26-ാം തീയതി ഇന്ത്യ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലായി പാർട്ടി ഉണ്ടായത്. അതിന് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മൾ ഉണ്ടായിട്ട് 63 കൊല്ലമായി. 1949 നവംബർ മാസം 26-ാം തീയതി ഇന്ത്യ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഭരണഘടനയുടെ 3ാമത്തെ വട്ടം വായന നടക്കുമ്പോ രാജ്യത്തിന്റെ പ്രഥമ നിയമമന്ത്രി ഭരണഘടനാശില്പി ഡോക്ടർ BR അംബേദ്കറാണ് ഈ പാർട്ടിക്ക് പേരിട്ടത്. അദ്ദേഹമാ പറഞ്ഞത് 47 ഓഗസ്റ്റ് 14 എന്റെ രാജ്യത്തിന് പൊളിറ്റിക്കൽ ഡെമോക്രസി കിട്ടിയിട്ടുണ്ടാവാം, പക്ഷെ എന്റെ രാജ്യത്തെ താടിയും തൊപ്പിയും എന്ന മുസ്ലിങ്ങൾക്ക്, എന്റെ രാജ്യത്തെ കറുത്തവർക്ക്, പിന്നോക്കക്കാർക്ക്, ആദിവാസികൾക്ക്, ദളിതുകൾക്ക് അവർക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി സോഷ്യൽ ഡെമോക്രസിയായി മാറണം, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ രാജ്യത്തുണ്ടാവണം. 49 അംബേദ്കറാണ് നമുക്ക് പേര് പറഞ്ഞു തന്നത്. അതിന്റെ തുടർച്ചയായത് 1950 ജനുവരി മാസം 26-ാം തീയതി ഇന്ത്യ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തെ 48.6 കോടി ആളുകളോട് പറഞ്ഞതെന്താ? അവർ കൺട്രി വിൽ ബിക്കം എ സോഷ്യൽ ഡെമോക്രാറ്റിക് കൺട്രി വിത്തിൻ 10 years. 10 കൊല്ലത്തിനുള്ളിൽ എന്റെ രാജ്യം സാമൂഹിക ജനാധിപത്യം കൈവരിക്കാൻ പോകുന്നു, എന്റെ രാജ്യത്ത് സോഷ്യൽ ഡെമോക്രസി ഉണ്ടാകാൻ പോകുന്നു. അംബേദ്കർ പറഞ്ഞൊരു പാർട്ടി, പണ്ഡിറ്റ് പറഞ്ഞൊരു പാർട്ടി, ആ പാർട്ടിയാ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അല്ല, നമ്മൾ പുതിയൊരു കാര്യവും പറയുന്നില്ല. ഇത് നടപ്പാക്കാൻ, ഇന്ത്യ രാജ്യത്ത് പട്ടിണി കിടക്കുന്നവനെ പട്ടിണി മാറ്റാൻ, ഭയപ്പെടുന്നവന്റെ പേടി മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കുഴപ്പമുണ്ടാക്കിയെന്ന് പറയണ്ടേ? നമ്മൾ എന്താ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്? ഇന്ത്യ രാജ്യത്ത് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുകയാണ് നിങ്ങൾ കുഴപ്പക്കാർ. നമ്മൾ ഈ രാജ്യത്ത് എന്ത് തീവ്രവാദമാ പറഞ്ഞത്? ഒരർത്ഥത്തിൽ നമ്മൾ തീവ്രവാദികളെ സംശയം വേണ്ടാർക്കും. ഇന്ത്യ രാജ്യത്ത് നമുക്ക് ചില തീവ്രമായ വാദങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന SDPIക്കാര്, എന്നെ കേൾക്കുന്ന ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകള് അവര് മനസ്സിൽ കുറിച്ച് വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ല 916 തീവ്രവാദികളാ. അസീമാനന്ദയെ പോലെ കരീമിന്റെ കണ്ണീര് കണ്ട് പെട്ടുപോത്തു എന്ന് പറഞ്ഞു വേണ്ടിട്ട് നമ്മളെ പൊട്ടിച്ചെന്ന് പറഞ്ഞ സൈസ് കോഞ്ഞാട്ട തീവ്രവാദി
ഏറ്റെടുത്ത ദൗത്യത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗം. അതിന്റെ കാര്യത്തിൽ നമുക്ക് തീവ്രമായ ചില വാദങ്ങളുണ്ട്. എന്താ നമ്മുടെ തീവ്രവാദം? ഇന്ത്യ രാജ്യത്ത് 83.6 കോടി ആളുകൾക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിൽ ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തീവ്രവാദമുണ്ട്. ഒരട്ടി പുറകോട്ട് പോകാൻ നമ്മൾ തയ്യാറല്ല. എത്ര നാര്യത്ത് പൂജന്തി രമന്തി എത്ര ദേവത. നാരിയെ പൂജിപ്പതെന്ന് ദേവധാരാമെന്ന ശരീരികൾക്ക് സ്ത്രീയെ ബഹുമാനിക്കുന്ന സമൂഹത്തിൽ ദൈവങ്ങൾ സ്വർഗത്തിലെന്നതുപോലെ വസിക്കുമെന്ന് പാടി പഠിപ്പിച്ച ഹൈന്ദവ സംസ്കൃതിയുടെ നാട്ടിൽ, ഹിന്ദുത്വ ഫാസിസത്തിന്റെ അല്ലാട്ടോ, ഹൈന്ദവ സംസ്കൃതിയുടെ നാട്ടിൽ ഓരോ 8 മണിക്കൂറിലും ഒരു ദളിത് പെൺകുട്ടി വെച്ച് പീഡിപ്പിക്കപ്പെടുമ്പോ, ഓരോ 17.5 മണിക്കൂറിലും ഒരു മുസ്ലിം പെൺകുട്ടി വെച്ച് മാനഭംഗപ്പെടുത്തപ്പെടുമ്പോ, നമ്മുടെ അമ്മമാരുടെ, നമ്മുടെ സഹോദരിമാരുടെ, നമ്മുടെ ഉമ്മമാരുടെ അഭിമാനം സംരക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ, അവർക്ക് ഭയരഹിതമായ വീടുകളിൽ കിടന്നുറങ്ങണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തീവ്രമായ വാദങ്ങളുണ്ട്. ഓരോ ശിശുരോധനത്തിലും കേൾപ്പുതാൻ 1 കോടി ഈശ്വരവിലാപം, ഓരോ കരിന്തിരി കണ്ണിലും കണ്ണുനാൻ 1 കോടി ദേവനൈരാശ്യം. ഒരു കൊച്ചുകുട്ടി വീടിച്ച് കരഞ്ഞാൽ, വിശന്ന് കരഞ്ഞാല്, വേദന കൊണ്ട് കരഞ്ഞാല് 1 കോടി പ്രാവശ്യം പടച്ചു തമ്പുരാൻ ഭഗവാൻ കരയുമെന്ന് പാടി പഠിപ്പിച്ച കവിയുടെ മണ്ണിൽ ഓരോ കൊല്ലവും ലക്ഷക്കണക്കിന് കുട്ടികൾ പട്ടിണി കൊണ്ട്, പോഷകാഹാരക്കുറവ് കൊണ്ട്, വിശപ്പ് കൊണ്ട്, മരുന്നുകളുടെ ക്ഷാമം കൊണ്ട് മരിച്ചു വീഴുമ്പോ നമ്മുടെ കുട്ടികൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ, അവർക്കൊരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ SDPIക്കാർക്ക് തീവ്രമായ വാദങ്ങളുണ്ട്. അത് മാറ്റാൻ നമ്മൾ തയ്യാറല്ല. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോ മറ്റു ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് എവിടെ തീവ്രവാദമുള്ളത് ആലോചിക്കുന്ന ചർച്ചയുണ്ട്. പല ആളുകളും മറ്റു പല ആശയങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ ആർക്ക് നേരെയാണ് നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് അടിസ്ഥാനപരമായിട്ട് അന്വേഷിക്കണം. നമ്മൾ പറയുന്നു, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ വിട്ട് പറയുന്നു, അധിനിവേശ ശക്തികളാണ് രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്കാ സംശയമുള്ളത്? 250 വർഷക്കാലം ഇന്ത്യ രാജ്യത്തെ സാമ്രാജ്യത്വ ഫാസിസം കീഴടക്കി വെച്ചപ്പോ ആ സാമ്രാജ്യത്വ ഫാസിസ്റ്റ് തീവ്രവാദമാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ലോകത്തിലൊക്കെ തീവ്രവാദമേ ഉള്ളൂ. അത് അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രായേൽ സൈനികവും കൂടിയിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ലോകത്തെ ന്യൂനപക്ഷ പിന്നോക്ക പതിവ് വിഭാഗങ്ങള്, 3ാം ലോക രാജ്യങ്ങള് കീഴടക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആസൂത്രിതമായിട്ടുള്ള തീവ്രവാദം. അതിന് മതത്തിന്റെ പിന്തുണയുള്ളത് വേറെ കാര്യം. ആ പിന്തുണയുള്ള ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തില് 1925 മുതല് ഇന്ത്യ രാജ്യത്ത് ഇവിടുത്തെ ദളിതുകളെയും മുസ്ലിങ്ങളെയും ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസ്റ്റ് തീവ്രവാദം. ലോകത്താകെയുള്ള 2 തീവ്രവാദങ്ങൾ ഒന്നിന്റെ ഉൽപ്പന്നമാണ്, ഒന്നിന്റെ ഉപോൽപ്പന്നമാണ്. മറ്റൊന്ന് RSS എന്ന് പറയുന്നത് വിചാരധാരകളിലൂടെ, ഗോൾവാൾക്കറിലൂടെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരുമ്പോ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് വിടുപാട് ചെയ്തുകൊണ്ടാണ് ഈ രാജ്യത്ത് വളർന്നു വന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രായേൽ സൈനികവും നേതൃത്വം നൽകുന്ന ഒരു തീവ്രവാദമേ ഉള്ളൂ. അതല്ലാതെ ലോകത്ത് ഈ രാജ്യത്ത് വേറൊരു തീവ്രവാദമില്ല. അതുണ്ടെങ്കിൽ, ഇന്ത്യ രാജ്യത്തിലുണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്തുന്നതിന് ആർക്കാ എതിർപ്പുള്ളത്? ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദമുണ്ടെങ്കിൽ, ദളിത് നക്സലിസമുണ്ടെങ്കിൽ, മാവോവാദമുണ്ടെങ്കിൽ, നമ്മളിവിടെ കണ്ടുതല്ലേ സിഖ് തീവ്രവാദത്തെ എങ്ങനെയാ രാജ്യത്തിന്റെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത്? ഇന്ദിരാഗാന്ധി ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ സിഖ് തീവ്രവാദം രാജ്യത്ത് ഉടലെടുത്തപ്പോ അന്ന് ഭിന്നരന്മാരെ അടക്കമുള്ള തീവ്രവാദ നേതാക്കന്മാരെ ഇന്ത്യ രാജ്യത്ത് ഒരു ക്ഷേത്രത്തിനകത്ത് പഞ്ചാബിൽ ചുവന്ന ക്ഷേത്രത്തില് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ ഒരു ക്ഷേത്രത്തിന്റെ ചുവരിലേക്ക്, ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് ഷെല്ലുകൾ അയക്കുന്നതിന്, വെടിയുണ്ടകൾ അയക്കുന്നതിന്, പോലീസുകാർക്ക്, പട്ടാളക്കാർക്ക് അതിനകത്തേക്ക് ഇരച്ചു കയറുന്നതിന് രാജ്യത്തിന് മതവിശ്വാസികൾ എതിരെ നിന്നില്ല, ഒരു വിഭാഗത്തോട് എതിരെ നിന്നില്ല. ഒരു ആരാധനാലയം തകർത്തുകൊണ്ട് അതിനകത്തുണ്ടായിരുന്ന ഭീകരവാദികളെ വെട്ടിവെച്ചു കൊന്നപ്പോ രാജ്യം ആ ഭരണകൂടത്തിനൊപ്പം നിന്നില്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ മാതൃകയല്ലേ? ഇവിടെ മുസ്ലിം തീവ്രവാദമുണ്ടെങ്കിൽ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലണം. ഇവിടെ ദളിത് മാവോവാദമുണ്ടെങ്കിൽ, നക്സലിസം ഉണ്ടെങ്കിൽ നിരത്തി നിർത്തി രാജ്യത്തിനെതിരായിട്ട് രാജ്യത്തുണ്ടാകുന്ന ഏത് പ്രവർത്തനത്തെയും നിയമവിധേയമായി തന്നെ അടിച്ചമർത്തുന്നതിൽ ആർക്കാ എതിർപ്പുള്ളത്? അതിന് ശക്തമായ ഒരു ഭരണകൂടം രാജ്യത്തില്ലേ? പക്ഷെ അതല്ല സംഭവിക്കുന്നത്. രാജ്യത്ത് നരാധമൻ നരേന്ദ്രമോദിയെ കൊല്ലാൻ പോയി എന്ന് പറഞ്ഞിട്ടാണ് 21 വയസ്സുള്ള ഇസ്രത് ജലാനെയും പ്രാണേഷ് കുമാറിനെയും വെടിവെച്ചു കൊന്നത്. 5 കൊല്ലം വേണ്ടി വന്നു. 5 കൊല്ലം വേണ്ടി വന്നു രാജ്യത്തിന് മനസ്സിലാക്കാൻ. ചുമ്മാ വെടിവെച്ചു കൊന്നതാണെന്ന്. എത്രമാത്രം ഏറ്റുമുട്ടൽ പരിപാടികൾ, നിരപരാധികളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യ രാജ്യത്തിന്റെ വീരറകളിൽ കിടക്കുന്നു. രാജ്യത്തിന് ചർച്ച ചെയ്യിക്കാറുള്ളത്. അതിന് പല ആളുകൾക്കും ഫണ്ട് കിട്ടുന്നുണ്ട് തീവ്രവാദത്തെ കുറിച്ച് പറയാൻ. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള പല ആളുകൾക്കും അങ്ങനെ തന്നെ പറയും. CPM-ന്റെ പല നേതാക്കന്മാർക്കും. അതുകൊണ്ടാണല്ലോ വിക്കിലീഷോട് പിണറായി വിജയൻ പറഞ്ഞു സാമ്രാജ്യത്വത്തിനെതിരെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും.
ഇവരെല്ലാം ഐക്യപ്പെട്ടിരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്തിലും ഇസ്രായേൽ സൈനികവും വിലക്കെടുത്ത രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത്. അവർക്ക് കഴിയില്ല. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യത്ത്. എന്നിട്ട് എത്രമാത്രം തെളിവുകളാണ് കൊണ്ടുവരുന്നത് നോക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതൊക്കെ പറയുമ്പോൾ ഇത് പറയുന്ന ആളുകളോട്, ഞങ്ങൾ കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ റിപ്പോർട്ടൊക്കെ തരുന്ന ആളുകളോട് വെറുതെ ഒന്ന് ചോദിക്കണം. ഇന്ത്യ രാജ്യത്ത് എത്ര മുസ്ലിങ്ങളെ, എത്ര ദളിതുകളെ, എത്ര ആദിവാസികളെ നക്സലിസത്തിന്റെ, മാവോവാദത്തിന്റെ, തീവ്രവാദത്തിന്റെ പേര് പറഞ്ഞ് ജയിലുകളിൽ പിടിച്ചിട്ടിട്ടുണ്ട്. അതിൽ എത്ര പേര് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കിഷൻജിയെ വെടിവെച്ചു കൊന്നു, ഏറ്റുമുട്ടലാണെന്നാ പറഞ്ഞത്. എത്ര കൊല്ലം കഴിയേണ്ടി വരുമോ പടച്ചോനെ അതായത് ആസൂത്രിതമായിട്ടുള്ള ഏറ്റുമുട്ടലാണെന്ന് തെളിയാൻ? നമ്മളത് വിശ്വസിക്കുന്നില്ല. ആകെ ആരുടെയൊക്കെ പേര് പറയുന്നറിയോ? തീവ്രവാദികളെ കുറിച്ച് വയ്ക്കുമ്പോ ആദ്യം പറയും പാർലമെന്റ് ആക്രമിച്ചതാര്? അഫ്സൽ ഗുരുവല്ലേ? ആയിക്കോട്ടെ, കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ചോദിക്കരുത്. അഫ്സൽ ഗുരു എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചിട്ട് വേണം ഇയാളാണ് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് ആക്രമിച്ചത്. കൂടെ ആരെങ്കിലും ഉണ്ടോ? എന്നറിയക്കാരാ അല്ലെങ്കിൽ പോലീസുകാരാ, പട്ടാളക്കാരാ? അതൊന്നും ചോദിക്കാൻ പാടില്ല. തീവ്രവാദമായി പോകും. മിണ്ടാതെ കേട്ടവർക്ക് അഫ്സൽ ഗുരു തന്നെയാണ് പാർലമെന്റ് ആക്രമിച്ചത്. എന്നിട്ട് ആക്രമണത്തിന്റെ വിജയകര ഗവൺമെന്റ് സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിച്ചു എന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായി പരാജയപ്പെട്ടു. പക്ഷെ ഇയാളെ പുറത്തേക്ക് വിട്ടാൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നാണക്കേടുണ്ടാവും. അതുകൊണ്ട് തൂക്കിക്കൊല്ലാതിരിക്കുന്നു. തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ്? പുറത്തേക്ക് ഇറക്കി വിട്ടാൽ നാണക്കേടാണ്. അതുകൊണ്ട് തൂക്കിക്കൊല്ലാതിരിക്കുന്നു. അതാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലാൻ വിളിച്ച കാരണം. അത് കഴിഞ്ഞിട്ട് എന്നാ മുസ്ലിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ കൊള്ളാവോ? ആരാ മുംബൈ ആക്രമണം നടത്തിയത്? അജ്മൽ കസബ്. എത്ര വയസ്സുണ്ട്? 21. കൂടെ ആരെങ്കിലും ചോദിക്കാൻ പാടില്ല. ഒറ്റയാളെ ഇടത്തുള്ള നടത്തുന്ന 48 മണിക്കൂർ ഇന്ത്യ രാജ്യത്തിന്റെ പോലീസിനെയും പട്ടാളത്തെയും ഭരണകൂടത്തെയും മുൻമുന്നിൽ നിർത്തിക്കൊണ്ട് മുംബൈ ആക്രമണം സംഘടിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കണ്ണൂരിലെ പോലീസുകാരും പറയും അജ്മൽ കസബ്. നമുക്ക് ഈ സാക്ഷ്യം അനുവദിക്കാതിരുന്ന ASP നിങ്ങൾ ചോദിച്ചു നോക്കി, അയാളും പറയും അജ്മൽ കസബ്. കൂടെ ആറിൽ ഉണ്ടായിരുന്ന സാറേ? അതൊക്കെ ചോദിക്കാൻ കൊള്ളാവോ? തീവ്രവാദല്ലേ? 21 വയസ്സുള്ള ഒരു ചോക്ലേറ്റ് പയ്യാണ് ഇതൊക്കെ ചെയ്തത്. കൂടെ ആരുമില്ല. കൂടെ ഒരാൾ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞു ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. പറയുന്നതിന് ലഷ്കർ എ തയ്യിബ. നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്താ അറിയോ? ലഷ്കർ എ തയ്യിബ ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ്. പറച്ചനറിയല്ലേ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയൊക്കെ എങ്ങനെ ഇസ്ലാമാകുന്നത്? പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ ചോദ്യമൊന്നുമില്ലേ? പക്ഷെ ഇപ്പോഴും പറയുന്നത് NIA ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നു, പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു, CBI ഉൾപ്പെടുത്തിയിരിക്കുന്നു. ലഷ്കർ ഭീകരനാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. അമേരിക്കയിൽ വന്നിട്ട് നമ്മുടെ MK നാരായണൻ ദേശീയ സുരക്ഷാ നേതാവ് അവിടെ പോയിട്ട് പത്രസമ്മേളനത്തിൽ ഹെഡ്ലി ഞങ്ങൾക്ക് വിട്ടുതരണം. ഡൽഹിയിലും മുംബൈയിലും വന്നിട്ട് പത്രസമ്മേളനം ഹെഡ്ലി വിട്ടുതരണം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുനീർ സാഹിബിന്റെ മുഖം പുറത്ത് കാണിച്ച അതേ വിക്കിലീക്സുകാരൻ പറഞ്ഞു ഞാൻ അവിടെ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ തരുമൊന്നും വേണ്ട. അമേരിക്ക പോയിട്ട് സാഹിബിന്റെ അടുത്ത് പറയും പോണം ഞങ്ങളിത് ഉറക്കെ പറയും. പക്ഷെ ആ കൂടെ രഹസ്യമായിട്ട് ബുഷിനോട് ഒബാമയോട് പറഞ്ഞെന്താ? ഞങ്ങൾ ചോദിക്കും, നിങ്ങൾ തരണ്ട. തന്ന എന്താ പ്രശ്നം? മോഹൻ ഭാഗവത് അകത്തു പോകും. RSSന്റെ സർക്കിന്റെ ആളുകൾ മോഹൻ ഭാഗവത് അകത്തു പോകും. ഇന്ദ്രേഷ് കുമാറും സ്വാമി അസീമാനന്ദയും രൂപേഷ് കുമാറും ഒക്കെ അകത്ത് കിടക്കുക. മലയാളിയായ രാജേഷ് പയ്യാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. RSSും സംഘപരിവാറും ആസൂത്രിതമായി നടത്തിയ കലാപമാണിതെല്ലാമെന്ന് തെളിയിക്കപ്പെടും. അത് അമേരിക്കയ്ക്ക് സഹിക്കൂല, അത് ഇസ്രായേലിന് സഹിക്കൂല. രാജ്യത്തെ മുസ്ലിങ്ങളെ, രാജ്യത്തെ ദളിതുകളെ, ആദിവാസികളെ ഇല്ലായ്മ ചെയ്യുന്നതിന് RSS സംഘപരിവാർ അടക്കമുള്ള തീവ്രവാദ സംഘടനകള് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവേണ്ടത് അവരുടെ ആവശ്യമായതുകൊണ്ട് പറയാൻ തരില്ല. കേരളത്തിൽ എന്താ പറയുന്നവരോ? കുറെ കാലം മൗലിനിയായിരുന്നു. 9 കൊല്ലം കഴിഞ്ഞിട്ട് വെറുതെ വിട്ട് ഇപ്പോഴും പറയുന്നോ കറുത്ത് പിടിച്ചു വരുത്തിയിട്ടുണ്ട്. പക്ഷെ ആ കൂടെ വേറൊരിതാണ് തട്ടിയന്റെ ഇവിടെ നസീർ. ഇത് തടിയുന്നതാണ് ഈ മാർക്ക് ഒരു പേര് മോത്തോക്കി അറിയാട്ടോ. 5 നമസ്കാരമൊക്കെ നമുക്ക് തോന്നുന്ന ഒരാളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ടിട്ട് വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷെ പോലീസ് എന്നൊക്കെ പറഞ്ഞെന്താ ഇയാൾ ഭയങ്കര പ്രശ്നക്കാരനാണ്. ആദ്യം പറഞ്ഞെന്താ അറിയോ? ലഷ്കർ എ തയ്യിബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ. നമ്മൾ വിചാരിച്ച് ഇപ്പൊ വരും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ. ഉത്തരേന്ത്യൻ കമാൻഡർ വരും, പിന്നെ മധ്യേന്ത്യൻ കമാൻഡർ വേറെ ഉണ്ടാവും. 6 കൊല്ലം ഇങ്ങനെ തുപ്പി തലയിലൊരു ചാക്കൊക്കെ കമത്തിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് NIA അന്വേഷിച്ചു, CBI അന്വേഷിച്ചു, അന്തർദേശീയ പോലീസൊക്കെ വന്ന് അന്വേഷിച്ചു. ഈ ഒരു സാധനം അല്ലാതെ ഇടത്തുമില്ല വലത്തുമില്ല. കമാൻഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങനെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആവുന്നത് SDPന്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ 5 ആളുകളെങ്കിലും ആ ബ്രാഞ്ച് വേറെ ഉണ്ടാവണമല്ലോ. അതൊരു മര്യാദയല്ലേ? വേറെ 5 ആളുകളുണ്ടെങ്കിൽ നമുക്ക് ബ്രാഞ്ചിനാക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞ 9 പേരെങ്കിലും മിനിമം ഉണ്ടാവണമെന്നാ. അത്രയെങ്കിലും ഉണ്ടാവണ്ടേ? ഇത് ലോകം മുഴുവൻ കെട്ടുകെട്ടവരെപ്പിക്കുന്ന ലഷ്കർ എ തയ്യിബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറിന്റെ കൂടെ നമ്മുടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ എത്ര ആളുകളില്ല. ഒരു 9 കൊല്ലം കൊണ്ടുവന്നിട്ട് ജയിലിൽ പിടിച്ചിട്ടിരിക്കുക. എന്താണ് ഈ ഒരു 3 ആളുകളല്ലാതെ രാജ്യത്ത് എവിടെയെങ്കിലും പറയണം? CPM കാരൻ വന്നിട്ട് എല്ലാവരും തിന്നുമ്പോൾ വരുന്നവരൊക്കെ കണ്ടു. വിദേശ ഫണ്ടിങ്
ഇങ്ങനെയുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരെ പ്രവർത്തിക്കണം. ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാവ് പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, MP രാജേഷ് CPM നേതാവ് പറയാറുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് എന്താ അറിയാവോ, കഴിഞ്ഞ 5 കൊല്ലം ആരാ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്? പിണറായി വിജയനും കോടിയേരി വരെ കണ്ണൂരിന്റെ വലിയ ആന പോലത്തെ സഹാക്കളാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ പോട്ടെ, അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെന്നാണല്ലോ ഇവിടെ ഇപ്പൊ ആദ്യം പറഞ്ഞത്. പ്രകാശ് മാസത്തേക്കായിട്ട് നമ്മൾ ധാരണ ഉണ്ടാക്കിയതൊക്കെ പറഞ്ഞത്. ആ ധാരണ എന്തായാലും പറഞ്ഞു അവരെ വിടാൻ, നമ്മൾ ഇല്ലാതാക്കാൻ പറഞ്ഞിട്ട് വേറെ സ്ഥാനം നടക്കണ്ടല്ലോ. അവർ പറഞ്ഞ 20 MLA-മാരുണ്ട് ഞങ്ങൾക്ക്, 4 മന്ത്രിമാരുണ്ട് ഞങ്ങൾക്ക്. ഇവരുണ്ടാകുന്ന എന്താ കേരളത്തിന്റെ നിയമസഭയിൽ ഉമ്മൻചാണ്ടിക്ക് ഷേവ് ചെയ്ത് കൊടുക്കുക? ഈ ഫണ്ടിങ് എടുത്ത സംഘടനകളെ പിടിക്കണ്ടേ? വേറെ പുറത്തുനിന്ന് വരുന്ന എന്തൊക്കെ പറയുന്ന മണൽ മാഫിയ, ബ്രൗൺ ഷുഗർ കച്ചവടം, വണ്ടി മോഷണം, ഹവാല ഇടപാടുകള്, ഇതൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ യോഗം നടത്താൻ പണം ഉണ്ടാക്കുന്നത്. പറയുന്നവരെ 5 മന്ത്രിമാര്, ആഭ്യന്തര വകുപ്പിന്റെ മൊത്ത കച്ചവടം ഏറ്റെടുത്തിരിക്കുന്ന ആളുകള്, ഇതൊക്കെ എന്ത് ചെയ്യാൻ വരുന്നിട്ട്? ഇതൊക്കെ ചെയ്യുന്ന 2 ആളുകളെ പിടിച്ചെടുത്തിട്ടൊക്കെ നിർത്തണ്ടേ? അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളിതൊക്കെ ചെയ്യുന്നവർക്ക് ഇഷ്ട. ഈ രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവർ നമുക്കെതിരെ ഒന്നും ചെയ്യാത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ ശിഥിലീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരെ അതിതീഷ്ണമായിട്ടുള്ള ഒരു സന്ധിയുമില്ലാത്ത സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വിക്കിലീക്സിന്റെ ചെന്നൈ കോൺസുലേറ്റിൽ നിന്ന് കഴിഞ്ഞ 5 കൊല്ലത്തിനിടയ്ക്ക് ഏകദേശം 36ഓളം മെസ്സേജുകൾ പോലും അവരുടെ അമേരിക്കയ്ക്ക്, അല്ല വിക്കിലീക്സിന്റെ അമേരിക്കൻ കോൺസുലേറ്റ് എന്ന് പറഞ്ഞാല് ലോകത്ത് എവിടെയെല്ലാം ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളില് അവർക്കെതിരെ ആസൂത്രിത ആക്രമണങ്ങള്, അത് സൈനികമായിട്ടല്ല അല്ലാതെയും ഇപ്പൊ ഭീമാപള്ളിയിലൊക്കെ സോപ്പിനെ കെട്ടി ചിപ്പൊഴിച്ചിട്ടാണ് കുറിയും പിടിക്കുന്നത്. അത് അന്വേഷിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അത് അന്തത് ഡെൻമാർക്കിൽ പ്രവാചകനെതിരെ ഒരുപാട് കാർട്ടൂണുകൾ എന്ന ഡെൻമാർക്കിലുള്ള ഒരു സഭയുടെ നേതൃത്വം നൽകുന്ന തീവ്രവാദ സംഘടനയ്ക്ക് കേരളത്തിലെ IPS ഉദ്യോഗസ്ഥന്മാര്, IAS ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ഒരു സംഘടനയാണെന്ന് നേതൃത്വം നൽകിയെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്താ ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ ഭരണകൂടം എന്താ ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ ചോദിക്കാൻ പാടില്ല. ഇതൊക്കെ മുന്നേ എന്താ പറഞ്ഞത്? ഇതൊക്കെ പറയാൻ കൊള്ളാവോ? പറഞ്ഞിട്ട് എന്താ പറയേണ്ടത്? ഇതിനെക്കുറിച്ചൊന്നും മിണ്ടരുത്, വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവുക. ഇത്തരത്തിൽ ഇന്ത്യ രാജ്യത്ത്, കേരളത്തില്, ഈ രാജ്യത്ത് ഏറ്റവും ശക്തമായ രീതിയില് സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെ, സാമ്രാജ്യത്വ കുത്തകകൾക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നയിക്കുന്ന, അതിനെതിരെ പ്രതികരിക്കാൻ ആർജവവും തന്റേടവുമുള്ള ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരേ ഒരു സംഘടന, അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും അതിന് നേതൃത്വം നൽകി അങ്ങനെ പാർട്ടി ഉണ്ടാക്കി തന്ന ഒരു ഇസ്ലാമിക സംഘടനയുമാണെന്ന് 36ഓളം സന്ദേശങ്ങളാണ് അമേരിക്കൻ കോൺസുലേറ്റിന്റെ ചെന്നൈ ഓഫീസിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന് മനസ്സിലായില്ലേ? സാമ്രാജ്യത്വത്തിനെതിരെ പിണറായി പറയുന്നത് പോലെ അച്യുതാനന്ദനെ ഒതുക്കുന്ന നയമല്ല നമുക്കുള്ളത്. സാമ്രാജ്യത്വത്തിനെതിരെ മുല്ലപ്പെരിയാർ വിഷയത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിച്ചതുപോലെ കുളിച്ച് കുളിതൊട്ട് പ്രാർത്ഥനാഴ്ച നടത്തുന്ന സമീപനമല്ല നമുക്കുള്ളത്. അതാണ് നമ്മുടെ പ്രശ്നം. ഇത് ആലോചിച്ചോക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഞാൻ വരുന്ന ഇടുക്കി ജില്ലയിലാണ്. ഞങ്ങളിപ്പോ തിരിച്ചിപ്പോൾ അവിടെ നിങ്ങൾ വരുമ്പോ സാധാരണ നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വരാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, ഇൻഷാ അല്ലാഹ് മുല്ലപ്പെരിയാർ പൊട്ടിയില്ലെങ്കിൽ അടുത്ത ആഴ്ച കാണാം. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ട് ആളുകൾക്ക് പോരാൻ പറ്റുള്ള സാഹചര്യമായി. അപ്പൊ ആളുകളൊന്നും ആലോചിച്ച് നോക്കിയ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ മാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കാര്യം എന്താ? മുല്ലപ്പെരിയാർ സംഭവം കഴിഞ്ഞപ്പോൾ നമ്മൾ മുല്ലപ്പെരിയാർ പിടിച്ചു. നിങ്ങളാണെങ്കിലും പറഞ്ഞിട്ടാണ് ചർച്ച ചെയ്തത്. അല്ല, ഞങ്ങൾ ഇടുക്കി ജില്ലയിലുള്ള ആളുകളെല്ലാം പറഞ്ഞത് ഇപ്പൊ പൊട്ടാൻ പോവാന്ന് ആരാ പറഞ്ഞത്? കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ആകാശത്ത് വാണിഭം നടത്തി, കേരളത്തിൽ SMS വാണിഭം നടത്തി. ഇപ്പൊ കേരളത്തിലേക്ക് മെസ്സേജ് എഴുതുന്ന പറഞ്ഞു എപ്പോ പ്രതിയാകറിയപ്പള്ള ഈ 5 ലക്ഷം മെസ്സേജ് തമിഴ്നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ അവരെ ബോധവൽക്കരിക്കാന്ന്. അയാളാണ് വന്നിട്ട് പറഞ്ഞത്. എന്തൊക്കെയാ പറഞ്ഞവർക്കുണ്ടോ? മലപ്പുറം കത്തി, അമ്പും വില്ലും, ഇപ്പൊ പൊട്ടാൻ പോകണം, അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ല. നമ്മളോട് വന്നിട്ട് പറഞ്ഞത് ഇപ്പൊ പൊട്ടാൻ പോകുന്ന മന്ത്രിസ്ഥാനം പോയാലും ഞാനിപ്പോ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. KM മാണി അപ്പൊ തന്നെ കൂടെ ചോദിച്ചു പറഞ്ഞു, എന്ത് വന്നാലും വേണ്ടില്ല, ഞാനും ഇരിക്കാൻ പോകാൻ ഇവിടെ. ഒരാൾ രാഷ്ട്രീയത്തില്, ഒരാൾ വണ്ടിപ്പെരിയാറ്റില് നിരാഹാരം. കൂടുതൽ അച്യുതാനന്ദനും പോയി ഞങ്ങള് പിണറായി നേരെ ഡൽഹി പോയിട്ട് മൻമോഹൻ സിംഗിനോട് പറഞ്ഞു നിർത്തുകയാണ് ഞങ്ങൾ സമരം. ആദ്യം പറഞ്ഞത് പിണറായി സർവകക്ഷി സംഘത്തെ ഡൽഹിയെ വിളിപ്പിച്ചപ്പോ ആദ്യം പറഞ്ഞതാണ് പിണറായി വിജയനാ പറഞ്ഞത് സമരം നിർത്തുന്നു എന്ന്. അല്ലേ? നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ട് കഴിഞ്ഞ 1987 മുതല് കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലമായിട്ട് മുല്ലപ്പെരിയാർ പ്രശ്നം അങ്ങനെ തന്നെ ഉണ്ട്. 92-95 മുതല് സമരം നടക്കുന്നുണ്ട്. 1600 ദിവസം കഴിഞ്ഞ് സമരം. നമുക്ക് ആ സമരം ചുമ്മാ ഒരു രസത്തിലുള്ളതല്ല.
കഴിഞ്ഞ 1600 ദിവസത്തിനിടയ്ക്ക് 1300 ദിവസത്തോളം ആ സമരസമിതിക്ക് നേതൃത്വം നൽകിയത്, ആ സമരസമിതിയുടെ കൺവീനർ സ്ഥാനത്തിരുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വണ്ടിപ്പെരിയാർ ബ്രാഞ്ച് സെക്രട്ടറി സജിയായിരുന്നു. അത് നമ്മുടെ നിലപാട്. നമ്മൾ പത്രക്കാരെ നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് ഞങ്ങൾ സമരത്തിന് വന്നു പറഞ്ഞല്ല. അപ്പൊ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനു വേണ്ടിയായിരുന്നു ഈ സമരം നടത്തിയത്? മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടുകയോ പൊട്ടാതിരിക്കുകയായിട്ട്, അതിപ്പോ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞാൽ പൊട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ചെയ്യട്ടെ. 15 TMC അടി ജലം മുല്ലപ്പെരിയാറിലുണ്ട്. ഒരു TMC അടി എന്ന് പറഞ്ഞാൽ 2863 കോടി ലിറ്റർ. ഒരു TMC അടി എന്ന് പറഞ്ഞാൽ 2863 കോടി ലിറ്റർ. ആ ഒരു TMC ജലം പങ്കുവെച്ച് ലോകത്തെ മുഴുവൻ ആളുകൾക്കും കൊടുത്താൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും 4 ലിറ്റർ വെച്ച് കിട്ടും. മുല്ലപ്പെരിയാറിലെ ജലം ലോകത്ത് 738 കോടി ആളുകൾക്ക് കൊടുത്താൽ ഓരോരുത്തർക്കും 60 ലിറ്റർ വെച്ച് വെള്ളം കിട്ടും. അതിന്റെ തൊട്ടടുത്ത 28 കിലോമീറ്റർ താഴെ വരുമ്പോൾ ഇടുക്കി ആർച്ച് ഡാം, ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം. മുല്ലപ്പെരിയാറിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി അണക്കെട്ടുകൾ, ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. 50 കൊല്ലം പ്രായമാവണമെന്ന് പറഞ്ഞപ്പോൾ 116 വർഷമായി. നമ്മുടെ ഭാഷ പറഞ്ഞൊരു കയ്യാലയാണ്. പൊട്ടപ്പെട്ട അതൊക്കെ വേറെ കാര്യം കേട്ടോ. അവിടെ മുല്ലപ്പെരിയാർ മുതൽ എറണാകുളം ജില്ലയിലെ ഭൂതത്താങ്കെട്ട് വരെ 67 കിലോമീറ്റർ ആകാശത്തൂടെ സഞ്ചരിക്കണം. പിണറായി വിജയനും അച്യുതാനന്ദനും കൂടെ പോയിട്ട് മുല്ലപ്പെരിയാറിന്റെ വെള്ളത്തിന് അറബിക്കടലിൽ വഴി കാണിച്ചു കൊടുത്തു. മനുഷ്യൻ ചങ്ങല പിടിച്ചിട്ട് ഇപ്പൊ വഴി തെറ്റി വേറെ വല്ലവരിച്ച് പോയാലോ? അതുകൊണ്ട് കൃത്യമായിട്ട് മനുഷ്യൻ ചങ്ങല പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് കാണിച്ചു കൊടുത്ത് ഇവിടെ ഒന്ന് ചാടിയേറി. ആ വരുന്ന വഴിക്ക് 28 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഇടുക്കി ഡാമില് മുല്ലപ്പെരിയാറിന് വെള്ളം എത്തിച്ചേരുമ്പോ ഇടുക്കി ഡാമിലുള്ളത് 86 TMC അടി ജലം. ആ മുല്ലപ്പെരിയാർ മുതൽ ഭൂതത്താങ്കെട്ട് വരെ ആകാശദൂരം 67 കിലോമീറ്ററിൽ 9 ഡാമുകൾ. 67 കിലോമീറ്ററിൽ 9 ഡാം ലോകത്ത് വേറൊരു സ്ഥലത്ത് ഉണ്ടാവില്ല. പൊട്ടണത് വെള്ളം നിറഞ്ഞൊന്നും പൊട്ടും നമ്മളാരും പറയുന്നില്ല. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ ഒരു ഭൂകമ്പമുണ്ടായി ആ ഡാം പൊട്ടിയാൽ ആ വെള്ളം ഒറ്റയടിക്ക് കുത്തിയൊലിച്ച് അറബിക്കടലിലേക്ക് 35 ലക്ഷം ആളുകളെയും കൊണ്ടുവന്ന് വീഴുമ്പോ ഇന്ത്യ രാജ്യത്ത് 2.5 കോടി രൂപ ഇന്ത്യ ഗവൺമെന്റ് മുടക്കി നടത്തിയ അന്തർദേശീയ പഠനങ്ങൾ, അമേരിക്കനെ കൊണ്ടുവന്ന ശാസ്ത്രജ്ഞനെ, ഏറ്റവും വലിയ ഡാം വിദഗ്ധനെ കൊണ്ടുവന്നിട്ടാ പറഞ്ഞത്, പൊട്ടി അവിടെ വന്നാൽ അറബിക്കടല് നമ്മുടെ മറൈൻ ഡ്രൈവിൽ, എറണാകുളത്ത് മറൈൻ ഡ്രൈവില് ആ വെള്ളം വരുമ്പോ ഒരു അണുബോംബിന്റെ 180 ഇരട്ടി ശക്തിയോടെ ആ വെള്ളം അറബിക്കടലിന്റെ അകത്തേക്ക് തള്ളിക്കൊണ്ടു പോകും. എന്നിട്ട് അതിനകത്തൊരു ദ്വീപ് സമൂഹം ഉണ്ടാകും 13.5 കിലോമീറ്റർ അപ്പുറത്ത്. എന്നിട്ട് അങ്ങോട്ട് പോയ വെള്ളങ്ങൾ തിരിച്ചു വരുമ്പോണ്ടല്ലോ 3 ജില്ല കടലായി മാറും. ഈ റിപ്പോർട്ട് ഉമ്മൻചാണ്ടിയുടെ കയ്യിലുണ്ട്. ഈ റിപ്പോർട്ട് മൻമോഹൻ സിംഗിന്റെ കയ്യിലുണ്ട്. മൻമോഹൻ സിംഗ് റഷ്യക്ക് പോകുന്നതിന്റെ തലേ ദിവസം കേരളത്തിൽ നിന്ന് സർവകക്ഷി സംഘത്തെ വിളിച്ചിട്ട് ഇവിടെ തമിഴ്നാട്ടുകാരനും കേരളത്തിലും നന്നായിട്ട് കമ്പനിപ്പിച്ച് സർക്കാർ ചെയ്യും. എന്നിട്ട് അവിടെ വിളിച്ചിട്ട് പറഞ്ഞെന്തറിയാമോ, നിങ്ങൾ സമരം ഒന്ന് നിർത്തിത്തരണം, ഇപ്പൊ തീരുമാനം ഉണ്ടാക്കാം. നേരെ റഷ്യയിൽ പോയിട്ട് പ്രസ്താവിച്ചതെന്താ, കോൺഗ്രസുകാരൻ, CPM-കാരൻ, BJP-കാരൻ, DK-കാരൻ, കേരള കോൺഗ്രസുകാരൻ ആലോചിച്ച് നോക്കണം. ഇവിടെ സമരം നിർത്തിയിട്ട് ഡൽഹി റഷ്യയിൽ പോയിട്ട് മൻമോഹൻ സിംഗ് പറഞ്ഞതെന്താ, കൂടക്കുളം ആണവ നിലയം 1 മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യാൻ പോകുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനങ്ങള് മലയാളിയും തമിഴിനുമെന്ന് വ്യത്യാസമില്ലാതെ ഐക്യപ്പെട്ട് കൂടംകുളം ആണവ നിലയത്തിന്റെതിരെ സമരം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സമയത്ത് മലയാളിയെ തമിഴ്നാട്ടിൽ കണ്ട ഓടിച്ചിട്ട് പട്ടിയെ പോലെ തരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു ഉമ്മൻചാണ്ടിയും മൻമോഹൻ സിംഗും ചേർന്ന്. അതിന് കേരള കോൺഗ്രസുകാരനും ലീഗുകാരനും കൂട്ടുനിന്നു. എന്നിട്ട് പറയാണ്, ഞങ്ങൾ ഇപ്പൊ തന്നെ കമ്മീഷൻ ചെയ്യും കൂടംകുളം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കൊളോണിയൽ തന്ത്രമാണ് കോൺഗ്രസും CPM-ഉം BJP-യും കേരള കോൺഗ്രസും കൂടിയിട്ട് കേരളത്തിൽ നടപ്പാക്കിയത്. അതായത് മുല്ലപ്പെരിയാർ ഇന്നോ നാളെയോ പൊട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഈ സമയം ഇത്ര വലിയൊരു സമരം ഉണ്ടായത്. കോൺഗ്രസിന് ലാഭം കിട്ടി, CPM-ന് ലാഭം കിട്ടി, BJP-ക്ക് ലാഭം കിട്ടി, മുസ്ലിം ലീഗിന് ലാഭം കിട്ടി, കേരള കോൺഗ്രസിന് ലാഭം കിട്ടി. നഷ്ടപ്പെട്ടവാർക്ക് കേരളത്തിൽ ഇന്ന് ഭാര്യയുടെ കെട്ടുതാടി പോലും വിട്ടിട്ട് 5-10 ഏക്കർ സ്ഥലം തമിഴ്നാട്ടിൽ പോയി പടയത്തിനെടുത്ത് വാടകയ്ക്കെടുത്ത് അവിടെ വാഴയും ചേമ്പും കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാവപ്പെട്ട മലയാളികളുടെ മുഴുവൻ കൃഷിയിടങ്ങളും തമിഴ്നാട്ടുകാരൻ തല്ലിപ്പൊളിച്ചു കളഞ്ഞു, അത് വിട്ടു നശിപ്പിച്ചു. അവിടെ മുതുകുണ്ടിക്ക് മറുതുണിയില്ലാതെ പാവപ്പെട്ട മലയാളികളെ കേരളത്തിലേക്ക് തല്ലിയൊടിച്ചു. ആയിരക്കണക്കിന് മലയാളികൾക്ക് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ മറുപടി പറഞ്ഞോ? പഠിക്കാൻ വേണ്ടിയിട്ട് സഹകരണ ബാങ്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് തമിഴ്നാട്ടിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ സർട്ടിഫിക്കറ്റുകൾ പോലും തിരിച്ചു കിട്ടാതെ അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ആരാ ഉത്തരം പറയേണ്ടത്? അതേപോലെ കേരളത്തിലെ ജനങ്ങളെയും തമിഴ്നാട്ടിലെ ജനങ്ങളെയും തമ്മിലടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ലാഭം കൊയ്ത പിണറായി വിജയൻ സമരം നിർത്താൻ പറഞ്ഞ 2 കാരണങ്ങളുണ്ട്. ജില്ലാ സമ്മേളന പരിപാടി ഗ്രൂപ്പ് കഴിക്കണം. രണ്ടാമത് പടച്ചേന്റെ കൃപകൊണ്ട് ആ സാധനം മുല്ലപ്പെരിയാറിനെ പൊട്ടിയിട്ട് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോ അത് ചിലപ്പോൾ ആലപ്പുഴ ജില്ലയുടെ ഒരു സൈഡിൽ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ
രാജ്യത്തിൽ അച്യുതാനന്ദനെ പോലും ജില്ലാ സമ്മേളനം മൊത്തമായിട്ട് വിളിച്ചിട്ട് പ്രശ്നം പരിഹരിക്കാം. ആ സാധനമൊക്കെ പുള്ളിക്ക് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി പറഞ്ഞത് എങ്ങനെയെങ്കിലും സമരം നിർത്തണം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൊണ്ടാകുന്നതിനും കേട്ട വേറെ കാരണം 4 കഴിഞ്ഞിട്ട് 5-ാം മന്ത്രി എന്ന് പറഞ്ഞ് 5 മാസമായി ചെരുപ്പം പഞ്ചായത്ത് നടക്കാൻ തുടങ്ങിയിട്ട് കോൺഗ്രസ് ഗവൺമെന്റിനുള്ള കൊടുക്കുന്നില്ല. അത് ഏത് നിമിഷം പഴയതുപോലെ CPM-ലേക്ക് പോകാം. മുല്ലപ്പെരിയാർ ഇറങ്ങാൻ പൊട്ടിയാല് എറണാകുളം ജില്ല ഉറപ്പായിട്ടും വെള്ളപ്പെരിയിലാകും. ആ കൂടുതൽ പ്രായം കുഞ്ഞു പോലും പ്രശ്നം പരിഹരിക്കാം, അതിനെ പിടിച്ച് മന്ത്രിയാക്കാം. 5-ാം മന്ത്രിസ്ഥാനം പരിഹരിച്ചു. കേരള കോൺഗ്രസ് മാത്രമായിട്ട് ആത്മാർത്ഥമായിട്ട് സമരം ചെയ്തത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കേരള കോൺഗ്രസിന്റെ സമരം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. മുല്ലപ്പെരിയാർ പൊട്ടിയ ഇന്ത്യ രാജ്യത്ത് കേരള കോൺഗ്രസ് ഇല്ല. ആകപ്പാടുള്ളത് ഇടുക്കി, കോട്ടയം, എറണാകുളം 3 ജില്ലയിൽ ആ സാധനം ഉള്ളത്. ഇതെല്ലാം പൊട്ടി ഒളിച്ചു പോയാൽ പിന്നെ ആ കോടിയ നേതാക്കന്മാർ ഒറ്റ ലോകത്തുണ്ടാവില്ല. അതെങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് കേരള കോൺഗ്രസുകാർ അത്രയും കഷ്ടപ്പെട്ടത്. നമ്മൾ പറയുന്നത് ഇത് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം രാജ്യത്ത് നടപ്പാക്കലായിരുന്നു. അത് മുതലെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരുന്നത്. വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷം കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ടാക്കി. എന്താ നമുക്കിപ്പോ ഗുണമുണ്ടായതുകൊണ്ട് നോക്കണ്ട. അവിടെ CPM അച്യുതാനന്ദൻ പോയിട്ട് അവിടെ സത്യാഗ്രഹിയിരുന്നു, ജോസഫ് പോയിട്ടിരുന്നു, മാണി പോയിട്ടിരുന്നു. കേരളത്തിലുള്ള MP-മാരെല്ലാം ഡൽഹി പോയിട്ട് കാണാൻ വന്ന 4 കേരളത്തിലെ മന്ത്രിമാർ വേറെ ആരും വന്നില്ല. തമിഴ്നാട്ടിലുള്ള ഒറ്റ മന്ത്രി P. ചിദംബരം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധി പോലും ഞങ്ങളൊപ്പമായിരിക്കും, നിങ്ങളൊന്നും കൊണ്ടല്ല. 20 MLA MP-മാർ കൊല്ലത്തിനുമാർ ഡൽഹി പോയിരിക്കുക. ഒരു ഗുണം മലയാളികൾക്കില്ലാതെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് ഞങ്ങൾ കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ പോകുന്നു. തമിഴ്നാട് പിടിച്ചെടുത്ത കാര്യങ്ങൾ പോയി 116 വർഷം കൊണ്ട് 1 വർഷം 60 TMC അടി ജലം വെച്ചിട്ട് ഏകദേശം 6380 അടി ജലം TMC അടി ജലം തമിഴ്നാട്ടുകാരൻ കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് എത്രയാണെന്നറിയോ? വെള്ളം കെട്ടിയിടുന്ന 8063 ഏക്കറിൽ 112 ഏക്കർ തമിഴ്നാട്ടുകാരന്റെ. ബാക്കി മൊത്തം നമ്മുടെ സ്ഥലമാണ്, കേരളത്തിന്റെ സ്ഥലമാണ്. ആ സ്ഥലം 1 ഏക്കറിന് 30 രൂപ വെച്ച് വാടക ഒരു മാസം. 1 യൂണിറ്റ് വൈദ്യുതിക്ക് 12 രൂപ, രണ്ടും കൂടെ കൂടി 10 ലക്ഷം രൂപ കേരളത്തിന്റെ ഖജനാവിന് ഒരു കൊല്ലം. നിലവിലുള്ള അന്തർദേശീയ ജലകരാറുകൾ അനുസരിച്ച് നമുക്ക് കിട്ടേണ്ടത് ഏകദേശം 70,000 കോടി രൂപ. നമുക്ക് കിട്ടിയത് 70 കോടി രൂപ ഈ 116 കൊല്ലം കൊണ്ട്. ബാക്കി മുഴുവൻ തമിഴ്നാട്ടുകാരുടെ ലാഭം. ആ ലാഭത്തിൽ നിന്ന് P.T. തോമസ് മേടിച്ചു, ആ ലാഭത്തിൽ നിന്ന് K.M. മാണി വാങ്ങിച്ചു, ആ ലാഭത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി വാങ്ങിച്ചു, ആ ലാഭത്തിൽ നിന്ന് P.K. കുഞ്ഞാലിക്കുട്ടി വാങ്ങിച്ചു, ആ ലാഭത്തിൽ നിന്ന് M.D. രമേശ് വാങ്ങിച്ചു. അതുകൊണ്ടാണ് സമരം ഇങ്ങനൊക്കായി പോകുന്നത്. നാട്ടുകാർ വെറുതെ പറഞ്ഞവർ പറ്റിക്കാണ്. അതുകൊണ്ടാണ് ജയലളിതാമ്മയുടെ പുലർച്ചി തറയിൽ പറഞ്ഞത് ഇനി ഒരു അക്ഷരമില്ല തമിഴ്നാട്ടിന് പൈസ മേടിച്ചതിന്റെ ഒക്കെ പേര് ഞാൻ പറയും. അപ്പൊ തന്നെ എണീറ്റ് കൊണ്ടുകൊണ്ട് മുടക്കി. ആരോഗ്യമൊക്കെ എന്നിട്ട് അതിന്റെ ആ നേതാക്കന്മാരുടെ പുറകെ കേരളത്തില് പിണറായി വിജയൻ സിന്ദാബാദ്, P.K. കുഞ്ഞാലിക്കുട്ടി സിന്ദാബാദ്, V.S. അച്യുതാനന്ദൻ സിന്ദാബാദ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നടക്കുമ്പോ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് തമ്മിലെടുപ്പിക്കണമെന്ന് ചോദിക്കണ്ടേ? ഇത് നമ്മൾ പറഞ്ഞു, ഇതാണ് SDP പറയുന്നത്. ഇത് പറയുമ്പോ പറയാണ് തീവ്രവാദം, ഭീകരവാദം, രാജ്യദ്രോഹം. ഇതൊക്കെ ആരോടോ പറയേണ്ടത്? നിങ്ങൾ പറയുന്ന നാട്ടിലെ ആളുകളോട്. കോൺഗ്രസോ CPM-ഓ BJP-യോ ലീഗോ ഒക്കെ പരസ്യമായിട്ടൊരു വേദി വെച്ച് വിട്ടിട്ട് പറയണ്ടേ എന്തിനു വേണ്ടി മുല്ലപ്പെരിയാറിലെ സമരം നിർത്തിയെന്ന്? കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ലോക്പാൽ ബില്ല് പാസ്സാക്കാൻ, രാജ്യസഭയിൽ ലോക്പാൽ ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിരിക്കുമ്പോ ആലോചിച്ച് നോക്കണം. ലോക്പാൽ ബില്ല് എന്ന് പറയുന്നത് പാസ്സാക്കിയെടുത്താൽ ഇന്ത്യ രാജ്യത്തൊരു സമാന്തര ഗവൺമെന്റ് ഉണ്ടാവുക ചെറിയ കാര്യമല്ല. ദേശീയ തലം മുതൽ പഞ്ചായത്ത് തലം വരെ അഴിമതിക്കെതിരെ വരുന്ന മുഴുവൻ കേസുകളും 1 വർഷത്തിനുള്ളിൽ തീർപ്പാക്കണം. അതാണ് ലോക്പാലിന്റെ നിയമം. അങ്ങനെ ആകുമ്പോൾ നിലവിലുള്ള കോടതികളിൽ ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സമയമില്ല അന്വേഷിക്കാൻ, അത്ര തിരക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് സമാന്തര സംവിധാനം പുതിയതായിട്ടുണ്ടാവണം. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന, ആയിരക്കണക്കിന് പുതിയ കോടതികൾ നിലവിൽ വരുന്ന, ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ നിലവിൽ വരുന്ന ഒരു പുതിയ സംവിധാനം. ആ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ വനിതാ സംവരണ ബില്ല് പോലെ നമ്മുടെ മൻമോഹൻ സിംഗ് ജിയും സോണിയാഗാന്ധിയും തീരുമാനിച്ചു ഇതിനകത്ത് പ്രത്യേകിച്ച് സംവരണമൊന്നും വേണ്ട. അപ്പോഴാണ് ബീഹാറിൽ നിന്ന് ലഡ്ഡുപ്രസാദ് യാദവ് പോയിട്ട് പറഞ്ഞു അത് പറ്റൂല, മുസ്ലിങ്ങൾക്കും ദളിതുകൾക്കും ആദിവാസികൾക്കും ഒക്കെ ഇതിനകത്ത് 50% സംവരണം കൊടുക്കണം, അല്ലെങ്കിൽ ഈ നിയമിക്കുന്ന ആളുകളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വർഗത്തിൽ. ഇപ്പൊ അങ്ങനെയാണല്ലോ രാജ്യത്തിന്റെ അധികാരവും രാഷ്ട്രീയം എല്ലാം കൈകാര്യം ചെയ്യുന്നത് 2.1% വരുന്ന പൂർവ്വധാരികളായ സമ്പന്ന സവർണ ബ്രാഹ്മണിസം. വേറെ ആർക്കൊന്നുമില്ല. അപ്പൊ ചോദിക്കും പിന്നോക്ക, സുഷമ സ്വരാജ് പാർലമെന്റിൽ ചോദിച്ചതാ, നിങ്ങൾ എന്തിനാ സംവരണം ചോദിക്കുന്നത്? പിന്നോക്കക്കാരനല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ആരെ തെരഞ്ഞെടുത്തത്? അങ്ങനെ ചോദിക്കണ്ടേ? ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പിന്നോക്ക സമുദായത്തിൽ, സിഖ് സമുദായത്തിൽപ്പെട്ട ആളല്ലേ? കോൺഗ്രസുകാരെ എന്നൊക്കെ ഇങ്ങനെ കൊടി പിടിച്ച് മുദ്രാവാക്യം പിടിച്ച് നടക്കുമ്പോ മണ്ഡലം പ്രസിഡന്റിനെ, ജില്ലാ പ്രസിഡന്റിനെ, DCC പ്രസിഡന്റിനെ, ഇപ്പൊ കണ്ണൂരിന്റെ DCC പ്രസിഡന്റുമാരുടെ കാര്യമൊക്കെ കോമഡി ഷോ മാറിയല്ലേ? അപ്പൊ അവരോട് വിളിച്ചിട്ട് ചോദിക്കണം ഏത് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നാണ് നമ്മുടെ
മൻമോഹൻ സിംഗ് ജയിച്ചു പോയിട്ടുള്ളത്. ആകെപ്പാട് ജനങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് വോട്ട് ചെയ്തെന്ന് പറഞ്ഞെന്നാ അറിയോ? 1996 8 നില പൊട്ടി തോൽപ്പിച്ചു നാട്ടുകാര്. പിന്നെ ഒരിക്കലും ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാതെ പിൻവാതിലൂടെ മാത്രം അധികാരത്തിൽ വന്നിട്ടുള്ള സാമ്രാജ്യത്തെ ഒറ്റുകാരനാണ് മൻമോഹൻ സിംഗ്. ആ മൻമോഹൻ സിംഗ് പിന്നോക്കക്കാരനാണോ മുന്നോക്കക്കാരനാണോ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് TV നരസിംഹറാവു ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ ഉദാരവൽക്കരണ സാമ്പത്തികവൽക്കരണ നയങ്ങള് രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന കാലം മുതൽ രാജ്യം ചർച്ച ചെയ്യുന്നതാ. ആ സൈസ് സാധനം അവിടെ ഇരിക്കട്ടെ, മാറ്റാം. സിനിമ ചോദിച്ചാൽ അതല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പിന്നെ ആരെ വേറൊരാള് APJ അബ്ദുൽ കലാം പിന്നോക്കക്കാരനായിരുന്നു പ്രസിഡന്റ് ആയിട്ടില്ലേ? KR നാരായണൻ പ്രസിഡന്റ് ആയിട്ടില്ലേ? എന്താ ഗുണമുണ്ടായേ? ഇന്ത്യ രാജ്യത്ത് ദളിതർക്കും മുസ്ലിങ്ങൾക്കും ആദിവാസികൾക്കൊക്കെ കൂടുതൽ എന്നിട്ട് APJ അബ്ദുൽ കലാം പറഞ്ഞാൽ പറയാം ഒരു കുഴപ്പമില്ല ആണവതരം വന്നാല്. ആർക്ക് വേണ്ടിയാവുന്ന സംസാരിക്കുന്ന ആലോചിക്കണം. ഒരു കുഴപ്പമുണ്ടായിട്ടാണ് പറഞ്ഞിട്ട് പോയത്. അപ്പൊ അതിൽ സംവരണം വേണമെന്ന് പറഞ്ഞപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് ലല്ലു പ്രസാദ് യാദവ് പോയിട്ട് പറഞ്ഞു സംവരണം വേണം, അതും നടപ്പാക്കണം, ഭേദഗതിയായി തെളിയിച്ചു ചേർക്കണം. സോണിയാജി പറഞ്ഞു നോക്കാം ഞാൻ എഴുതി ചേർത്തേക്കാം. മൻമോഹൻ സിംഗ് പറഞ്ഞു. പക്ഷെ പാർലമെന്റിൽ വന്നപ്പോ ഭേദഗതി ഇല്ല. സംഭാവനയിൽ പോയി CPM-ന്റെ നേതാക്കന്മാരിലേക്ക് പോയി അദ്ദേഹം ഒറ്റയ്ക്ക് പാർലമെന്റിൽ ഓടി നടന്ന് ഇന്നലെ ഇവർ പറഞ്ഞത് നടപ്പാക്കി തരാണ്, ഇന്നിതിനകത്ത് ഇല്ല കൊണ്ട് ബോധം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ലീഗിന്റെ 2 നേതാക്കന്മാരെടുത്ത് പോയിട്ട് ഒരു മുണ്ടിയിലാണ് പറഞ്ഞത്. അങ്ങനെ വനിതാ സംവരണ ബില്ലിന്റെ സമയത്ത് അവരങ്ങനെ ഒരാഷ്ട്രം ഉണ്ടാക്കി പോയത്. എത്ര കഷ്ടപ്പെട്ടിട്ട് അപ്പൊ നമ്മൾ പറയുന്നത് മുലായം സിംഗ് യാദവ് മുസ്ലിമല്ല, ദളിതനല്ല. ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മുസ്ലിങ്ങളുടെ പാർട്ടി വേണ്ടടോ, ദളിതർക്ക് വേണ്ടി സംസാരിക്കാൻ ദളിതരുടെ പാർട്ടിയും വേണ്ട. അവരോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടായാൽ മതി. അത് മുലായം സിംഗ് യാദവ് ആയാലും കുഴപ്പമില്ല, ലല്ലു പ്രസാദ് യാദവ് ആയാലും കുഴപ്പമില്ല. പക്ഷെ പാർലമെന്റിനകത്ത് മുസ്ലിങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞിരിക്കുന്ന, മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകളാണെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ആ പണിയെടുക്കാതിരിക്കുമ്പോ മറ്റു ചില ആളുകൾ അത് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതിനകത്ത് സമാന്തര സംവിധാനത്തിൽ ലോക്പാലിൽ ദളിതർക്ക് മുസ്ലിങ്ങൾക്ക് സംവരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോ അതിനകത്ത് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസും CPM-ഉം BJP-യും ഒക്കെ സമാനമായ നിലപാടായെടുത്തത്. അതുകൊണ്ട് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് എത്രമാത്രം ഗുണമുണ്ടാവുമെന്നൊക്കെ അത് ആർക്ക് വേണ്ടിയിട്ടെന്നൊക്കെ നമ്മൾ ആലോചിക്കണം. ആലോചിച്ച് നോക്കി കണ്ണൂർ ജില്ലക്കാരോടൊക്കെ പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ആ വിഷയത്തിൽ CPM-ന്റെ നിലപാടെന്ന്. ഇന്നിപ്പോ ഡിസംബർ മാസം 28 ഡിസംബർ 1 കേരളത്തിലെ കണ്ണൂർ ജില്ലയ്ക്ക് പ്രത്യേകതയുണ്ട്. ഡിസംബർ 1 കഴിഞ്ഞ 5-10 കൊല്ലമായിട്ട് KT ജയകൃഷ്ണൻ സാർ ബലിദാന ദിനം ആചരിക്കുന്നത് കണ്ണൂർ ജില്ല മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും. BJP-കാരൻ RS-കാരൻ യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന KT ജയകൃഷ്ണൻ സാറിനെ കാശ്മീരിലിട്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ 68 കഷ്ണങ്ങളായി വെട്ടിനിറുത്തിയതിന്റെ ആ ബലിദാന ദിനത്തില് നിങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ അങ്ങാടിയിലൊക്കെ പോസ്റ്ററുകൾ മാർക്സിസ്റ്റ് ഭീകരതയ്ക്കെതിരെ, CPM തീവ്രവാദത്തിനെതിരെ KT ജയകൃഷ്ണൻ ബലിദാന ദിനം. ഈ തവണ നിങ്ങൾ വായിച്ചത് ഈ തവണ കണ്ടിട്ട് കേട്ട് ഇപ്പൊ മാഞ്ഞുകൊണ്ടുള്ള പരിസരത്ത് ഉണ്ടാവും പോസ്റ്റർ. അതിന്റെ മുകളിൽ എന്താ അറിയോ? അഴിമതിക്കെതിരെ KT ജയകൃഷ്ണൻ ബലിദാന ദിനം. ആരുടെ അഴിമതിക്കെതിരെ? ഏത് പാർട്ടി എന്തിന്റെ അഴിമതിക്കെതിരെയാണ് പറയണ്ടേ? മാർക്സിസ്റ്റ് തീവ്രവാദികൾ കാശ്മീരിലിട്ട് വെട്ടിക്കൊന്ന KT ജയകൃഷ്ണൻ മാഷിന്റെ ബലിദാന ദിനം അഴിമതിക്കെതിരെയുള്ള ദിനമായി ആചരിക്കുമ്പോ അതിന്റെ പിന്നെ അതെന്റെ എന്താണ് RSS-കാരാ? അതിന്റെ പിന്നിലുള്ള പേരധികാരം എന്താണ് BJP-കാരാ? പ്രാദേശിക തലത്തിൽ സംഘത്തിൽ പോയിട്ട് പാറും പൊരുളും വാർത്തക്കെട്ട് തരത്തിൽ മുസ്ലിങ്ങളെ ദളിതകളെ കൊല്ലാൻ പരിശീലനം കിട്ടുമ്പോ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് ചോദിക്കണ്ടേ? ഈ പണി നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ച KT ജയകൃഷ്ണൻ സാറിന്റെ കാശ്മീരിട്ട് വെട്ടിക്കുന്ന CPM-കാർക്കെതിരെ എന്ത് ഈ തവണ മുദ്രാവാക്യം മാറ്റിയതെന്ന് അത് ചോദിച്ചു നോക്കുന്ന പുറത്ത്. അത് പിണറായി സഖാവിനോട് ചോദിക്കണം മറുപടി കിട്ടേണ്ടത്, കോടിയേരിയോട് ചോദിക്കണം മറുപടി കിട്ടണമെങ്കില്. കഴിഞ്ഞ LDF ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് തൊട്ടുമുണ്ട് KT ജയകൃഷ്ണൻ സാറിന്റെ കാശ്മീരിട്ട് വെട്ടിവെച്ച് വെട്ടിക്കുന്ന പ്രദീപൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് തീവ്രവാദിയെ 116ഓളം രാഷ്ട്രീയ തടവുകാർക്കൊപ്പം വെറുതെ പുറത്തേക്കിറക്കി വിട്ടു. ജീവപര്യന്ത ശിക്ഷ കിട്ടി അകത്ത് കിടന്ന ആളെ സുഖമായിട്ട് പുറത്തേക്കിറക്കി വിട്ട് 16 RSS-കാരെ വിട്ടു. കൂട്ടത്തില് എല്ലാത്തിനെയും കൂടെ KT ജയകൃഷ്ണൻ സാറിനെ കൊന്ന ആളെ ഫ്രീ ആയിട്ട് കണ്ണൂർ ജില്ലയിലേക്ക് ഇറക്കി വിട്ടു. KT ജയകൃഷ്ണൻ സാറിന്റെ മാതാവ് കൗസല്യ ഹൈക്കോടതി വിട്ടുകൊടുത്തു. MD രതീഷ് ഇടപെട്ടിട്ട് വിട്ട് പിൻവലിപ്പിച്ചു. ആലോചിച്ചു നോക്കാം. കാരണം നമ്മളൊരു സംഘർഷം ഉണ്ടാക്കേണ്ടവരല്ല. ഇത്രയും കാലം നമ്മൾ സംഘർഷം ഉണ്ടാക്കി കുറെ മുസ്ലിം സഖാക്കളും പിന്നെ കുറെ ദളിത് ആദിവാസി പിന്നോക്കക്കാരൊക്കെ വെട്ടുകുത്തുകൊണ്ട് മരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഐക്യപ്പെടാം. RSS-ഉം CPM-ഉം ഇടുക്കി ജില്ല കേരളത്തിന് കണ്ണൂർ ജില്ലയിൽ അടക്കം കുറവ് ഉപതെരഞ്ഞെടുപ്പിൽ അവർ ഐക്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറയുന്നതിന് നമ്മളിപ്പോ ഒരു സ്ഥലത്തുണ്ടൊക്കെയാണ് പറയുന്നത്.
ബാക്കി എല്ലാവരും അപ്പുറത്തുള്ള കഴിഞ്ഞ 50 കൊല്ലമായിട്ട് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു സംഘർഷം ഉണ്ടായ ഒരു സ്ഥലത്ത് CPM മറ്റൊരു RSS ഉണ്ടായിരുന്നോ? അപ്പൊ വിട്ടുകൊണ്ട് വീഴാൻ മുസ്ലിങ്ങളുണ്ടായിരുന്നു, വിട്ടുകൊണ്ട് വീഴാൻ ദളിതുണ്ടായിരുന്നു. SDP എന്നുള്ളത് അങ്ങനെ ഇപ്പൊ നമ്മൾ നിന്ന് കൊടുക്കുന്ന നിങ്ങൾ മാറി നിൽക്കുമാർ വെട്ടിച്ചാവട്ടെ അത് പറഞ്ഞപ്പോ എന്നാ വിട്ടു നിർത്താൻ നമുക്ക്. ആ DMR കിട്ടാനില്ലാതെ വന്നപ്പോ മുസ്ലിങ്ങളെ കിട്ടാതെ വന്നപ്പോൾ പറയുകയാണ് എന്നാ ഇത് വെട്ടണ്ട, നമുക്ക് പണി നിർത്തിയേക്കാം. സമാധാനം, സന്ധി, ശ്രീകൃഷ്ണ സാറിനെ വധിച്ച പ്രദീപനെ പോലും പുറത്തേക്കിറക്കി വിട്ടുകൊണ്ട് രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കുമ്പോ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ റിസൾട്ടാണ് നമ്മൾ കാണുന്നത്, ഫലമാണ് നമ്മൾ കാണുന്നത്. ഡൽഹി രാംലീല വടക്കാക്കിയ ആ അണ്ണാ ഹസാരയ്ക്ക് പണം കൊടുക്കുന്നത്, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്, സ്പോൺസർ ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞത് RSSന്റെ സർസംഘചാലക് മോഹൻദാസ്. വേറെ ആരുമല്ല പറഞ്ഞത്, RSSന്റെ സർസംഘചാലക് പറഞ്ഞു ഞാനാണ് ഞങ്ങൾ RSSകാരാണ് അണ്ണാ ഹസാരയെ സ്പോൺസർ ചെയ്യുന്നത്. അണ്ണാ ഹസാരയുടെ സമരത്തിന്റെ ഇടതുവശത്ത് യേശുക്രിസ്തുവിനെ കുടിശ്ശെ തെറിച്ചപ്പോൾ ഇടത്തും പരത്ത് 2 കള്ളന്മാരിട്ടു എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് പ്രകാശ് കാരാട്ട്, ഇപ്പോഴത്തെ AB ബർഗർ, കൂടെ ബൃന്ദ കാരാട്ട്. അണ്ണാ ഹസാരയൊക്കെ ഇപ്പൊ സമരം നടത്തുന്നതാ. എന്നിട്ട് ഞങ്ങൾ അഴിമതിക്കെതിരാണ്. അഴിമതിക്കെതിരെ ഇന്ത്യ രാജ്യത്ത് പാർലമെന്റിൽ നിയമം പാസാക്കുമ്പോ സമാന്തര പാർലമെന്റ് ആകണ്ട എന്ന് മഹാരാഷ്ട്ര ഹൈക്കോടതി അണ്ണാ ഹസാരയോട് പറഞ്ഞു. നിങ്ങളുടെ സമരത്തിന് സംശയമുണ്ടെന്ന് കോടതി പറഞ്ഞു. ഒരു വ്യവസ്ഥ കൃത്യമായിട്ടുണ്ടാവില്ല. നമ്മൾ പറയുന്നത് ഈ ആശയരാഹിത്യത്തെ ഇതിനെയൊന്ന് തുറന്നു കാണിക്കാൻ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യേണ്ട രാജ്യം. ആർക്ക് പറ്റും ദളിതുകളുടെയും മുസ്ലിങ്ങളുടെയും കൂടെ നിൽക്കാൻ? ആർക്ക് പറ്റും പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ? കഴിയോ കോൺഗ്രസിന്? കഴിയോ CPMന്? കഴിയോ സംഘപരിവാറിന്? കഴിയോ ലീഗിന്? പറയണ്ടേ? രാജ്യം ഇങ്ങനെ ഭരിച്ച് 65 കൊല്ലം പിന്നിടുമ്പോ രാജ്യത്തെ മുസ്ലിങ്ങളും ദളിതുകളും ആദിവാസികളും ഇപ്പോഴും പിന്നോക്കക്കാരാ. ഇപ്പോഴും അവർ സംവരണത്തിന്റെ ആനുകൂല്യം തേടി യാചിക്കുന്നവരാ. ഇപ്പോഴും അവര് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നവരാ. അധികാരങ്ങളും അവകാശങ്ങളും കിട്ടാത്തവരാ. അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് മിണ്ടാത്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതെങ്കിലും ഒരു കാലത്ത് ദളിതുകൾക്കും മുസ്ലിങ്ങൾക്കും ആദിവാസികൾക്കും നിന്നിട്ടുണ്ടോ? എല്ലാ കാലത്തും നിന്നത് സമ്പന്ന സവർണ ബ്രാഹ്മണത്വത്തിനൊപ്പം വേറൊരാളുടെ കൂടെ വന്നിട്ടില്ല. നമ്മൾ ആദ്യം പറഞ്ഞ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ആ സാധനത്തെ കേരളത്തിൽ 2 ജില്ല കൊണ്ട് കെട്ടിയിട്ടതാരാ? ഒരു SDP അല്ലെങ്കിൽ വേറെ വല്ല പാർട്ടില്ല. BJP CPM പോലുമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇന്ന് പേരില്ലാത്ത ലീഗാക്കി മാറ്റിയത്. ഈ അവസ്ഥയിൽ അവരെ കൊണ്ടുവന്നെത്തിച്ചത് അതിന്റെ 1ാം പ്രതിയും 2ാം പ്രതിയും 2 പഞ്ചായത്തില്. അതുകൊണ്ട് മുസ്ലിം ലീഗ് തീവ്രവാദികളാണ്. തൊട്ടപ്പുറത്ത് CPIക്കാരന്റെ പോസ്റ്റ് അല്ലാഹു അക്ബർ, നിങ്ങൾ ഭീകരവാദികളാണ്. കണ്ടില്ലേ? CPIയുടെ വലിയ ഫ്ലക്സ് അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിൽ നിൽക്കുന്ന വെച്ചിട്ട് പറയാണ്